കായംകുളം ലേക്ക് പാലസ് ഹോട്ടലിന് സമീപം കായലോര ടൂറിസം പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരി വ്യാപനവും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും തടയുന്നതിന്റെ ഭാഗമായി കായംകുളം പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പ്രദേശത്തെത്തുന്ന കുട്ടികളടക്കം ലഹരി ഉപയോഗിക്കുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. പകൽ സമയങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രദേശത്തെത്തുകയും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മറ്റും തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് 24 മണിക്കൂർ നിരീക്ഷണത്തിൽ വരത്തക്ക രീതിയിൽ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും പോലീസ് സ്റ്റേഷനിലും ഡിവൈഎസ്പി ഓഫീസിലും ദൃശ്യങ്ങൾ പരിശോധിക്കാനാവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തുകയും ചെയ്തത്. നിരീക്ഷണ ക്യാമറകളുടെയും കൺട്രോൾ റൂമിന്റെയും ഉദ്ഘാടനം കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ നിർവഹിച്ചു. അപ്പോൾ ഈ കായൽ ഭംഗി കാണാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്കായിരിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ റോട്ടറി, കൃഷ്ണപുരം റോട്ടറി, കായംകുളം ലയൺസ്, വ്യാപാര വ്യവസായ ഏകോപന സമിതി എല്ലാവരോടുമുള്ള ജനപ്രതിനിധികൾ എന്ന നിലയിലുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കായംകുളത്തിന്റെ കടപ്പാടും ഒക്കെ അവസരത്തിൽ അറിയിക്കും. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, വൈസ് ചെയർമാൻ ജെ ആദർശ്, കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ, റെസിഡൻസ് അസോസിയേഷൻ, വ്യാപാര വ്യവസായി ഏകോപന സമിതി, റോട്ടറി ക്ലബ്ബ് കൃഷ്ണപുരം, ലയൺസ് ക്ലബ്ബ് കായംകുളം എന്നിവയുടെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. നേരിടുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ മാർച്ച് 23-ന് TA കൺവെൻഷൻ സെന്ററിൽ 3 മണിക്ക് ഈ കായംകുളത്തുള്ള എല്ലാവരെയും നമ്മൾ അവിടത്തേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സന്ദേശങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2025-26 ഒരു അധ്യയന വർഷം നമുക്ക് എന്തെല്ലാം പരിപാടികൾ ഈ കായംകുളം പോലീസ് സ്റ്റേഷൻ തരത്തിൽ ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് നമ്മൾ ഇതിൽ നിന്നും പൂർണ്ണമായി വിമുക്തി നേടുക എന്നുള്ളത് തന്നെയാണ് കായംകുളത്തിന്റെ ലക്ഷ്യം. ഞങ്ങളത് നടപ്പിലാക്കുകയും ചെയ്യും. കായംകുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി, റോട്ടറി ക്ലബ്ബ് കൃഷ്ണപുരം, ലയൺസ് ക്ലബ്ബ് കായംകുളം എന്നീ സംഘടനകളുടെ സഹായത്തോടെയാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.